ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ റെഡിയാക്കുന്നത് ഗരം മസാല പൗഡറാണ് കേട്ടോ. അതിനായിട്ട് എനിക്ക് ആവശ്യത്തിനുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരളവ് വെച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 5 പട്ട എടുത്തിട്ടുണ്ട്, 2 ജാതിക്ക എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം കൊടുത്ത് ഒരു 1.5 ടീസ്പൂണോളം ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കുറേശ്ശായിട്ട് മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ ഐറ്റംസൊക്കെ. കുരുമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വലിയ ജീരകം, ചെറിയ ജീരകം ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒരു പാൻ വെച്ച് ചൂടാക്കി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ ഓയിൽ കണ്ടൻറ്റൊക്കെ ഒന്ന് പുറത്ത് വരുമ്പോഴാണ് ഈ ഒരു പൗഡറിന് സ്മെല്ലും ഫ്ലേവറും ഒക്കെ കിട്ടുക. ആദ്യം തന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഉലുവ പാനിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്ത് ചൂടായി വന്നപ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ജാതിക്ക വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏതായാലും അങ്ങനെ ചെയ്തിട്ടില്ല. ഇതൊന്ന് ചൂടായി വന്നിട്ട് മാത്രം ചെറിയ ജീരകവും വലിയ ജീരകവും ഇട്ട് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ വേഗം തന്നെ അത് കരിഞ്ഞു പോകും, കളർ ചേഞ്ച് ആവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഗരം മസാല ഞാൻ റെഡിയാക്കാം. ഇനി ആ ഒരു സ്റ്റാർ പോലത്തെ ഒരു പൂവില്ല ഇതിൻ്റെ ഒപ്പം, അത് ഞാനിതിൽ ചേർക്കലില്ല. പിന്നെ ജാതിക്കൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതും ഞാനിതിൽ ഇട്ടിട്ടില്ല കേട്ടോ. ജാതിക്കൻ്റെ ആ കുരു മാത്രമേ ഇട്ടിട്ടുള്ളൂ. കറികൾക്കാണെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ റെഡിയാക്കുകയാണെങ്കിലും മസാല ഇതിലേക്കൊക്കെ ഒരു ഒത്തിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റിലെ റെസിപ്പിയൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മറ്റുള്ള മസാല പൗഡറൊക്കെ ഇങ്ങനെ ബോട്ടിലാക്കി വെച്ചപ്പോൾ ഇതും കൂടി ഒന്ന് റെഡിയാക്കാൻ നേരിട്ടുണ്ടോ. ഇതന്നെ ഉണ്ടാവും കേട്ടോ, ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാനായിട്ടുണ്ടാവും. ഫ്ലെയിം ഓഫ് ചെയ്ത് അതിന് മുമ്പായിട്ട് ഞാൻ മറ്റുള്ള ആ 2 ഐറ്റംസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ജീരകവും വലിയ ജീരകവും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടാൽ പെട്ടെന്ന് തന്നെ ഈ ചൂടോടെ തന്നെ ആകുമ്പോൾ എന്തായും നന്നായി ഒന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. നമുക്ക് ഇട്ട് കൊടുക്കാം. ഉലുവ എന്തായാലും ചേർത്താൽ നല്ലൊരു ഉലുവ ഇഷ്ടമുള്ളവർക്ക് നല്ല ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. പൊടിച്ചെടുക്കാം. നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഗരം മസാല പൗഡറിന്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്തോളി. അറിയാത്തവരൊന്നും ഉണ്ടാവില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്തത്. അപ്പോൾ അടിപൊളി ഗരം മസാല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം, കടകളിൽ നിന്നൊന്നും വാങ്ങുമൊന്നും വേണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.